ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കോട്ടിൻ്റെ പാർട്ട് 2 ആണ്. അതായത് നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഫ്രണ്ട് പീസ് എടുക്കുക. നമ്മൾ 2.5 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ആ 2.5 ഇഞ്ച് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ്. അപ്പോൾ ഇത് നല്ല സൈഡാണ് കേട്ടോ, നല്ല ഭാഗമാണ്. ഈ നല്ല ഭാഗത്തിലോട്ട് നമ്മളെന്ത് ചെയ്യുക, നല്ല ഭാഗത്തോട്ട് തന്നെയാണ് അത് മടക്കണത്. നല്ല ഭാഗത്തോട്ട് ഈ 2.5 ഇഞ്ച് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ എല്ലായിടത്തും ഒരുപോലെ മടക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് പിന്നിട്ട് കൊടുക്കുക. പിന്നിട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് അങ്ങനെ നിന്നോളും. ഇനി നമ്മൾ നെക്കിൻ്റെ ഭാഗത്തോട്ട് വരാം. നെക്കിൻ്റെ ഭാഗത്തോട്ട് വന്നിട്ട് കണ്ടോ, അത് നമ്മൾ കറക്റ്റ് അളവല്ലേന്ന് നോക്കണം കേട്ടോ. നമ്മൾ എത്രയാണ് മടക്കിയിട്ടുള്ളത്. നല്ല സൈഡിലോട്ടാണ് കേട്ടോ മടക്കിയിട്ടുള്ളത്, നല്ല ഭാഗത്തോട്ടാണ് മടക്കിയിട്ടുള്ളത്, ചീത്ത ഭാഗത്തോട്ടല്ല. ഇത് നല്ല ഭാഗത്ത് ഒരു അടി വരുന്നുണ്ട്. ആ അടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചീത്ത സൈഡിലോട്ട് ഇത് മടക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നെക്കിൻ്റെ ഭാഗത്ത് 1.5 ഇഞ്ച് ഇവിടെ ഇതുപോലെ 1.5 ഇഞ്ച് അളവിൽ ഇവിടുന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ട് അവിടെ മാത്രം ആ 1.5 ഇഞ്ചിലോട്ട് സ്റ്റിച്ചിങ് കൊടുക്കുകയാണ് ചെയ്യണത്. കണ്ടോ, കാണിക്കാം. 1.5 ഇഞ്ച് അളവിൽ അടയാളപ്പെടുത്തുക, എന്നിട്ട് സ്റ്റിച്ചിങ് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. കണ്ടോളൂ, ഇതാ ഒരു ഷേപ്പിൽ തന്നെ കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ആ കോളറിൻ്റെ ആ ഭാഗം വരാനാണ്. അവിടെ മാത്രം വെച്ചിട്ടൊന്ന് നിർത്തിയാൽ മതി ആ 1.5 ഇഞ്ചിൽ സ്റ്റിച്ചിങ്. ഓക്കെ, ഇനി അടുത്ത പീസും ഇതുപോലെ തന്നെ ചെയ്യാം. വലതുഭാഗം ഇടതുഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക. നല്ല ഭാഗത്തോട്ടാണ് മടക്കുന്നത്, ചീത്ത ഭാഗത്തോട്ടല്ല. നല്ല ഭാഗത്തോട്ട് 2.5 ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അളവ് മാറിപ്പോകരുത്. ഓക്കെ, അളവ് മാറിപ്പോകരുത്. കറക്റ്റായിട്ട് തന്നെ മടക്കി കൊടുക്കുക. എന്നിട്ട് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. മറ്റേ സൈഡിൽ നമ്മൾ ചെയ്ത അതുപോലെ തന്നെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ചിൽ തന്നെ കറക്റ്റ് നമ്മൾ അടി നിർത്തണം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുക കേട്ടോ. മറ്റേ ടൈപ്പ് കോട്ട്, ഇതിപ്പോൾ ടോപ്പ് സൈസാണ്. മറ്റേ ടൈപ്പ് കോട്ടിൽ നമ്മളൊരു 3 ഇഞ്ചൊക്കെ അല്ലെങ്കിൽ 2 ഇഞ്ചൊക്കെ നമ്മൾ കൊടുക്കണുണ്ട്. ഇതിൽ നമ്മൾ 1.5 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. 1.5 ഇഞ്ച് ഇത്രയും മതി. ഇതിൻ്റെ മോഡൽ അങ്ങനെയാണ്, ഇത് യൂണിഫോം അങ്ങനെയാണുള്ള കോട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ തന്നെ അടിച്ച് നിർത്തണം. ഇനി ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ആ ഒരു അടിച്ച ഭാഗത്തൊന്ന് ഷേപ്പ് നല്ല കറക്റ്റിൽ കൊടുക്കാൻ ഒന്നൊരു ടെക്കിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി അത് ചീത്ത സൈഡിലോട്ട് മടക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മറിച്ച് കൊടുക്കുക, ചീത്ത സൈഡിലോട്ട് മറിച്ച് കൊടുക്കുക. എന്നിട്ട് ആ കോണ് വരുന്ന ഭാഗം നമ്മൾ കത്രികൻ്റെ തുമ്പോ അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ തുമ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു മൂല ഒന്ന് ശരിയാക്കി കൊടുക്കുക. ഇതിങ്ങനെയാണ് വരിക. ഓക്കെ, ഈ കോട്ട് ഇങ്ങനെ വരിക. തമിഴിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് വരിക. ഇനി നമ്മളെന്ത് ചെയ്യുക, അടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ കേട്ടോ, ഇതിങ്ങനെ കറക്റ്റാക്കി കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകേണ്ട ഒരു രീതി വരില്ല. അങ്ങനെ കറക്റ്റ് മടക്കി വെച്ചാൽ കേട്ടോ. എൻ്റെ ഒപ്പം വോയിസ് ഓവർ കൊടുക്കാൻ ഇവിടുത്തെ ഒരു കോഴിയും കൂടി ഉണ്ട് കേട്ടോ, ക്ഷമിക്കുക പ്ലീസ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് അതുപോലെ തന്നെ മറ്റേ ഭാഗം വലത് സൈഡും ഇടത് സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ മറിച്ച് കൊടുക്കുകയാണ്. ചീത്ത സൈഡിലോട്ടാണ് ഇപ്പോൾ നമ്മൾ മറിച്ച് കൊടുത്തത്. ആ മൂലക്കൊന്ന് ശരിയാക്കി കൊടുക്കുക. ഇനി നമ്മൾ ബാക്ക് സൈഡിലോട്ട് ഈ 2 ഭാഗം നമ്മൾ അറ്റാച്ച് ചെയ്യണം. വലതു ഭാഗവും ഇടതു ഭാഗവും നമ്മൾ അറ്റാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഷോൾഡറും നെക്കും ഒക്കെ ഒരുപോലെ വെച്ചിട്ട് കറക്റ്റ് വെച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തോ, എന്നിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി. ഞാനല്ലാതെ തന്നെ പെർഫെക്ഷനുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ മാറിപ്പോവണ്ടെന്ന് കരുതിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ വലത് സൈഡിലും ഇടത് സൈഡിലും ഇത് കൊടുക്കുക. ഈ കോട്ടിൻ്റെ ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അങ്ങനെ അങ്ങ് വീഡിയോ എടുത്തിടുകയാണ് കേട്ടോ. ഒന്നും കട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു എഡിറ്റിങ്ങോ പിന്നെ ഫാസ്റ്റ് ആക്കലോ ഒന്നും ചെയ്യണില്ല.
കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞാനും സ്റ്റിച്ച് ചെയ്യൽ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ ഒരു അടിച്ചതിന് ശേഷം അങ്ങനെയൊക്കെ കാണിച്ചു തരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഞാൻ കണ്ട വീഡിയോസിനേക്കാളും ബെറ്റർ ആക്കണം എന്നുള്ളൊരു രീതിക്കാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഒരു കണ്ടൻറ് ക്രിയേറ്റർ എന്ന നിലയിലല്ല, കണ്ടൻറ് കാണുന്ന ഒരാൾ എന്ന നിലയിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഞാനും ഇങ്ങനെയൊക്കെ പഠിച്ച ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി അത് മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യാം. നമുക്കത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ മടക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അളവൊക്കെ ആകെ തെറ്റിപ്പോകും കേട്ടോ. 2.5 ഇഞ്ച് തന്നെ മടക്കി നമ്മൾ കൊടുത്തത്, ആ 2.5 ഇഞ്ച് തന്നെ അവിടെ അങ്ങനെ കൊടുക്കുക. ഇനി മറ്റേ ഭാഗം ജോയിൻ ചെയ്ത് അതുപോലെ തന്നെ ഈ ഭാഗം ജോയിൻ ചെയ്യുക. അങ്ങനെ രണ്ട് അടി കൊടുത്തോളൂ കേട്ടോ, 2 സ്റ്റിച്ച് കൊടുക്കുക. ദെൻ ലോക്ക് ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്തോളൂ, അതായിരിക്കും നല്ലത്. എനിക്കിവിടെ ലോക്ക് മെഷീൻ ഉണ്ട്, നമ്മൾ പ്രൊഫഷണലായിട്ട് ഇപ്പോൾ സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലോക്ക് മെഷീനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് വരിക മുൻഭാഗത്ത്. ഇനി അതിൻ്റെ മുകളിലൊരു കോളറും കൂടെ വരും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് നോക്കാം. സ്ലീവിൻ്റെ ആ അറ്റത്ത് ഒരു ഡിസൈൻ, അതായത് പാൻറ്റിൻ്റെ കോട്ടിൻ്റെ ആ ഒരു കളറ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ചീത്ത സൈഡിലോട്ട് 1.5 ഇഞ്ചിൻ്റെ അത് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ സ്ട്രിപ്പ്. അപ്പോൾ അതിൽ ഒരു 1/4 ഇഞ്ച് അളവിൽ നമ്മൾ പിന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ചീത്ത വശത്താണ് അറ്റാച്ച് ചെയ്യുന്നത്. എന്നിട്ട് നല്ല വശത്തോട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യണത്. നല്ല വശത്തോട്ട് മറിച്ച് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല വശത്തോട്ട് മറിച്ച് കൊടുക്കുക. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് കൊടുത്തോളൂ കേട്ടോ. ഇതങ്ങനെ ഒരു ശീലയും കൂടിയാണ്, അപ്പോൾ അങ്ങനെ ചുളിഞ്ഞ് നിൽക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളൊന്ന് കൊടുക്കുക. സ്ഥിരിട്ടാൽ ഏറ്റവും നല്ലത്. എനിക്കിവിടെ നിന്ന് എണീറ്റ് പോകാനുള്ള മടി കൊണ്ടാണ് കേട്ടോ. പക്ഷെ നമുക്ക് സ്ഥിരം ഇടാതെ തന്നെ നല്ല നീറ്റിൽ നല്ല വലിച്ച് പിടിച്ചൊക്കെ കറക്റ്റായിട്ട് കൊടുത്താൽ പറ്റും. ശരിയായിട്ട് നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അങ്ങ് നിന്നോളും. കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക കേട്ടോ. നീലഭാഗം പിന്നെ കാണാൻ പാടില്ല, ബാക്കിലോട്ട് മുന്നിലോട്ട് അങ്ങനത്തെ രീതിയിൽ നല്ല പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ഓക്കെ. അങ്ങനെ ഇത് ഫിനിഷ്. ഇനി അടുത്ത അതും സ്ലീവും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് മടക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നൂല് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇത് മടക്കി കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ മറ്റേ സ്ലീവും ചെയ്യണം. 2 സ്ലീവും ഒരുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് ഉൾഭാഗത്തോട്ട് കൊടുത്ത് തുമ്പൊന്നും കാണാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് തന്നെ മടക്കിയിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുക. കണ്ടോ, അങ്ങനെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ. പിന്നെ ഓവറായിട്ട് വലിച്ച് പിടിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്താൽ മതി. അങ്ങ് നന്നായിട്ട് വലിച്ച് പിടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ചുളിവിൽ നിൽക്കും കേട്ടോ. അങ്ങനെ മടക്കി തയ്ക്കണ സമയത്ത് ഒന്നിങ്ങനെ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ത്രീഡിടണ പോലെ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കോളറൊക്കെ അറ്റാച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കോളറൊക്കെ അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ ഇനി സ്ലീവ് നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് 2 സ്ലീവും വെച്ച് അത് കറക്റ്റ് അളവ് തന്നെയല്ലേ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ മുൻഭാഗത്ത് ഏത് മുൻഭാഗത്തിലെ ആ സൈഡ് ഭാഗം നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത്, സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കോട്ടിൻ്റെ ആ ഫ്രണ്ട് ഭാഗം സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗവും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. എന്നിട്ട് സെൻറ്റർ ഭാഗം കോട്ടിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും അപ്പുറം ഒരു ഡബിൾ അടി കൊടുക്കുന്നുണ്ട് നമ്മൾ. എല്ലാത്തിലും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ യൂണിഫോമൊക്കെ ആകുമ്പോൾ നമ്മളടുത്തു നിന്ന് അടിച്ചു കൊണ്ടുപോയവർ പിന്നെ അത് കീറി അല്ലെങ്കിൽ തുന്ന് വിട്ടു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് നമുക്ക് വരരുത്. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ ഡബിൾ സ്റ്റിച്ച് നമ്മളെപ്പോഴും കൊടുക്കുക. പിന്നെ അടിച്ചു നിർത്തുമ്പോൾ നമ്മൾ കെട്ടിടാൻ മറന്നു പോകരുത്. ഒന്ന് ബാക്കോട്ടൊന്ന് മുന്നോട്ടും കൊടുത്ത് അങ്ങനെയാണ് കെട്ടിടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്റ്റിച്ചിന് നല്ല ഉറപ്പായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തു. ഇനി ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും അറ്റാച്ച് ചെയ്യാം സ്ലീവ്. സിമ്പിളാണ് കേട്ടോ. ഓക്കെ, ഇനി ജോയിൻറ്റ് ചെയ്യുന്നതും കോളർ കട്ടിങ്ങും അടുത്ത പാർട്ടിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന്